ഇന്ന് എനിക്കുണ്ടല്ലോ ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വേഗം പണി ഇന്ന് അടുപ്പൊന്നും കത്തിച്ചില്ല കേട്ടോ. ഇന്ന് പുട്ടാണ്ടാക്കിയത് കേട്ടോ. പിന്നെ ബീഫും ഉരുളൻകിഴങ്ങ് കൂട്ടിയൊരു മസാലക്കറി ഉണ്ടാക്കി. അപ്പോൾ വേഗം അതെടുപ്പത്ത് രണ്ടും അടുപ്പിൽ ഓരോന്നും ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒന്നിൽ പിന്നെ കോറപ്പുട്ട ഉണ്ടാക്കി കേട്ടോ. പിന്നെ കുറച്ച് അരിപ്പുട്ടും ഉണ്ടാക്കി. ഈ കോറപ്പുട്ട് ഇഷ്ടമാണ്. ഞാൻ പഴം കൂട്ടി കഴിക്കുന്ന എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നേന്ത്രപ്പഴം പുഴുങ്ങി കേട്ടോ. അങ്ങനെ ഒരു കുറ്റി കോറപ്പുട്ടുണ്ടാക്കി, ഒരു കുറ്റി അരിപ്പുട്ടുണ്ടാക്കി കേട്ടോ. പിന്നെ ബീഫ് കറി ഇരുന്നതിൽ. പിന്നെ ഞാനുണ്ടല്ലോ രാവിലെ എപ്പോഴും പിന്നെ പാൽ ചായ കുടിക്കാറ്. ചായ അങ്ങനെ കുടിക്കാറില്ല. പിന്നെ പാലും വെള്ളം അടുപ്പത്ത് വെക്കും. അപ്പം എന്നിട്ട് അതൊന്നൊരു ഗ്ലാസ് പാലെടുത്ത് വെക്കും. അതത്ര കുടിക്കുക. അങ്ങനെ പിന്നെ പുട്ടും പഴം കഴിച്ചു കേട്ടോ. കോറപ്പുട്ടും പഴം. പിന്നെ ഒരു കഷ്ണം ഇറച്ചിക്കറി കൂട്ടിയിട്ടേ ഉരുളൻകിഴങ്ങ് ഇട്ട ബീഫ് കറി ഉണ്ടാകുന്നില്ല, അതും കൂട്ടി കഴിച്ചു. അങ്ങനെ ഞാൻ പോയിട്ട് ഹോസ്പിറ്റലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ 60ാമത്തെ ടോക്കനാട്ടോ കിട്ടിയത്. കുറേ നേരം ഇരുന്ന് ഉറക്കം തൂങ്ങി. വീട്ടിലാകുമ്പോൾ എന്തെങ്കിലും പണിയെടുക്കൂല. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പണിയില്ലാത്തതിന് ഉറക്കം തൂങ്ങി തന്നെ. എന്തായാലും വീട്ടിലെ ഡോക്ടറെ കണ്ടു കേട്ടോ. ഞാൻ ഡോക്ടറെ കണ്ടപ്പോഴത്തേന് 2 മണിയായി കേട്ടോ. അപ്പോൾ വേഗം ചോറിനൊക്കെ ആൻറ്റിബോഡി ചോറിനാനൊന്നുമില്ല. കാരണം ഉപ്പാക്ക് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം ഞാനും നടന്നിട്ട് തന്നെ അവിടുന്ന് അങ്ങനെ പോന്നു. അങ്ങനെ റൂട്ടിലെത്തിയപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് നിൽക്കുന്നുണ്ട്. അതിൽ വേഗം ഓടിക്കേറി. ബസ്സിലൊന്നും തിരക്കൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സീറ്റൊക്കെ കിട്ടിയിരിക്കാൻ. കണ്ടക്ടർ ബാക്കിലായിരുന്നേ. പിന്നെ ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ കണ്ടക്ടർ ചോദിച്ചു വിട്ടോ എങ്ങടാന്ന്. അപ്പം ഞാൻ പറഞ്ഞു ലക്കിടി കൂട്ടുപാത പറഞ്ഞു. ഞാൻ വാണിയംകുളത്ത് നിന്ന് കേട്ടോ ബസ് കയറിയത്. അങ്ങനെ കണ്ടക്ടർ എനിക്ക് ടിക്കറ്റ് തന്നു കേട്ടോ. പ്രിയദർശിനിന്ന് കണ്ടു കേട്ടോ. അതായിരിക്കില്ലേ ബസ്സിൻ്റെ പേര്, എനിക്കറിയില്ല കേട്ടോ. എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കണം കേട്ടോ. പക്ഷേ പൈസ മാത്രം ആരും കൊടുക്കണില്ല. അപ്പോൾ ഞാനും കൊടുത്തില്ല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ കണ്ടക്ടർ പറഞ്ഞ് ചോദിച്ചു കൊടുക്കണം ടിക്കറ്റ്, അല്ലെങ്കിൽ പണി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ ആദ്യമായിട്ടുണ്ടല്ലോ ഫ്രീ ടിക്കറ്റുള്ള ബസ്സിൽ കയറുകയും ചെയ്തു. ലക്കിടി കൂട്ടുപാത ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അവിടെ വരുന്ന വഴി തന്നെ കേട്ടോ ഈ ഹോട്ടൽ ഷവറോണ ഭവൻ ഹോട്ടലുണ്ടേ. അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ ഒന്നും വെച്ചിട്ടില്ല. അന്ന് തീയൊന്നും അടുപ്പൊന്നും കത്തിച്ചില്ല. അപ്പോൾ ഒരു പാർസൽ മേടിക്കാൻ വെച്ചിട്ട് ഞാൻ കയറിയിട്ടാ. അപ്പോൾ ഞാൻ ചോറുണ്ടോ ചോദിച്ചു. അപ്പോൾ ആ ഉണ്ട് പറഞ്ഞു. 3 മണിയായില്ലേ. എന്തോ വിചാരിച്ചു, ഞാൻ വിചാരിച്ചു ഭക്ഷണം കഴിഞ്ഞിരിക്കും, എന്തോ ഭാഗ്യമുണ്ട് കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു പാർസൽ തരൂ പറഞ്ഞിട്ട് തന്നതാ കേട്ടോ. അപ്പോൾ പല വിഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആക്കുന്നുണ്ട് ഓരോ പാക്കറ്റുകൾ. പിന്നെ എന്താ ഹോട്ടലിൽ 3 മണിയായില്ല. ഇപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അധികം ആളൊക്കെ കഴിഞ്ഞു. 2 ആൾ മാത്രമേ ചോറിനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടുത്തെ പണിക്കാരുണ്ടല്ലോ എല്ലാ വിഭവങ്ങളും കൊടുത്തിട്ടേ ഒക്കെ പാക്കാക്കുകയാണ്. അങ്ങനെ കവറിലാക്കി തന്നു കേട്ടോ. ചോറ് ഒരു ഇതിലും പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ എന്താന്ന് ഉപ്പേരി എന്തൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നോക്കിയൊന്നുമില്ല. ഇനി വീട്ടിലെത്തിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ അവിടുന്ന് പൈസയും കൊടുത്തു കേട്ടോ. 100 രൂപ കൊടുത്തപ്പോൾ 70 രൂപ ചോറിന്. അങ്ങനെ 30 രൂപ ബാക്കിയും തന്നു കേട്ടോ. ഇതാണ് ഓണർ. അപ്പോൾ ഇതാണ്ട ശരവണ ഭവൻ, അതാണ് ഹോട്ടലിൻ്റെ പേര്. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. അങ്ങനെ വീട്ടിൽ വന്ന് ചോറ് ഇട്ട് കഴിച്ചപ്പോഴേ പിന്നെ എന്തൊക്കെയുള്ളതെന്ന് അറിയോ? രസം, പിന്നെ സംഭാരം, പിന്നെ മീൻകറി, സാമ്പാർ, ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ ഒരു കൂട്ടുകറി, പിന്നെ ചമ്മന്തി, അച്ചാർ, പപ്പടം. ചമ്മന്തി നാളികേര ചമ്മന്തി കേട്ടോ. ഞാനുണ്ടല്ലോ വന്നതും വേഗം പറഞ്ഞ് ചോറിനല്ലേ. എന്താണെന്നറിയാം, അവർക്ക് ചോറ് കൊടുത്തിട്ടില്ല. വിശക്കുണ്ടാവില്ല. 3 മണിയായില്ലേ. അപ്പോൾ വേഗം ചോറ് വിളമ്പാൻ നിന്നു കേട്ടോ. ചമ്മന്തി, ബീട്രൂട്ട് ഉപ്പേരി, ഇതൊക്കെ വിഭവങ്ങളാണ്. രണ്ടാൾക്ക് രസം. ഞാനുണ്ടല്ലോ രസവും സാമ്പാരോ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നേ. 3 മണിയായില്ലേ. അന്ന് അങ്ങനെ ഉണ്ടല്ലോ ഹോട്ടലിലെ ചോറും വീട്ടിലെ ഊണ് കേട്ടോ. മാങ്ങച്ചാർ, അങ്ങനെ എല്ലാ വിഭവങ്ങളും കൂട്ടിയിട്ട് സുഭിക്ഷമായിട്ട് ഞങ്ങൾ ചോറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായി ഞാൻ വരാം.